back to my channel. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കായ് പോളയുടെയും അതുപോലെ ഒരു സ്പെഷ്യൽ മാംഗോ ജ്യൂസിൻ്റെയും റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാംഗോ ജ്യൂസാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിഡിലൻ ജ്യൂസാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഫസ്റ്റായിട്ട് നമുക്ക് കായ്പോള റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ 2 ഏത്തപ്പഴം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാൽപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര വേണം, ഒരു 2 മുട്ട, 2 ഏലക്ക. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഇതാ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇനി പഴം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽക്ക് പൗഡർ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോഴേക്കും കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് പാലും മുട്ടയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് കയറി വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റിനൊക്കെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണേ. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് റൈസിൻസും കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും മാറ്റി വയ്ക്കുക. ഇനി ബാലൻസ് ഉള്ള നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മിക്സ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഷേപ്പിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചെടുത്തത് കൊണ്ടിട്ട് നമ്മളുടെ ഈ കായ്പോള വളരെ തിന്നായിരിക്കും. അപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാകും, ഒരു കേക്ക് ഷേപ്പിലേക്ക് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ മീതെ ഇതാ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസിൻസൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ടോപ്പ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഞാനൊരു 5 മിനിറ്റിന് ശേഷം ടോപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കിയപ്പോഴേക്കും നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കായ്പോളയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതൊരു സ്പെഷ്യൽ മാംഗോ ജ്യൂസാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ക്വാണ്ടിറ്റിയിലാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് പീസ് നമുക്ക് ലാസ്റ്റായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ജ്യൂസിലിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ 2 പീസ് മാത്രം ഇതുപോലെ കട്ട് ചെയ്താൽ മതിയാകും. ബാലൻസ് ഉള്ളത് നമുക്ക് മാംഗോ പൾപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ 2 പീസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ലാസ്റ്റ് മതിയാകും. അപ്പോൾ ബാലൻസ് ഉള്ള മാംഗോ നമുക്ക് എടുത്തിട്ടൊന്ന് പൾപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പീസൊക്കെ ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ മാംഗോ പീസ് നമുക്കൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം കറക്റ്റ് ഒരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചവ്വരിയാണേ. അപ്പോൾ ഇത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഒരു കുറച്ച് തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് നേരത്തേക്കൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് കാച്ചി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രത്തിൽ തന്നെ ചവ്വരി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ സ്പൂണ് കൊണ്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം.
നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജ്യൂസും അതുപോലെ തന്നെ പാലും കൂടിയിട്ട് ഫ്രീസറിലേക്ക് ഒരു അരമണിക്കൂറിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്യൂസിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. ഇതുപോലെ 2 ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് മാംഗോ ജ്യൂസ് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മീതേക്ക് നമുക്കൊരു 1/4 ഭാഗം നിൽക്കുന്ന വരെ നമ്മുടെ ചവ്വരി മിക്സ് ചെയ്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചവ്വരി ചേർക്കുന്ന കൊണ്ടിട്ട് നമ്മുടെ ഈ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ചവ്വരിയൊക്കെ കടിക്കാൻ കിട്ടുമ്പം നല്ലൊരു ഫ്ലേവറാണ്. അപ്പം അതിൻ്റെ മീതെ തന്നെ കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മാംഗോ പീസസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാംഗോ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. നല്ല കിടിലം എന്നൊക്കെ പറയാം. നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.